നമസ്കാരം. ഫ്ലെമിംഗോ റൂട്ട്സിന്റെ ട്രാവൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മനു സൈമൺ ഫിലിം. ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിൽ ഒരു യാത്ര, അത് തികച്ചും വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും. ഒപ്പം സാഹസികത നിറഞ്ഞു. യാത്ര കാശ്മീരിന്റെ മണിമുടിയാക്കുമ്പോൾ അതിന് മധുരവും കൂടും. വിശദമായ വാർത്തകൾ പറഞ്ഞു വരുന്നത് ജമ്മു ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ യാത്രയെ കുറിച്ചാണ്. ഇപ്പോൾ യാത്ര ആരംഭിക്കുന്നത് ഖത്രയിലെ ശ്രീമാതാ വൈഷ്ണോ ദേവി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. ത്രികൂട പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട പച്ചപ്പ് പുതച്ച എപ്പോഴും ഹിമശീതളക്കാറ്റ് വീശുന്ന ശാന്തവും മനോഹരമായ ഇടമാണ് ഖത്ര. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ട്രെയിൻ യാത്ര തിരിക്കുന്നത്. ശ്രീനഗർ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് കൈവശമുണ്ടെങ്കിൽ മാത്രമാണ് അവിടേക്ക് പ്രവേശനം. കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറയുന്നത് പോലെ ഇത് പഴയ ഇന്ത്യൻ റെയിൽവേ അല്ല. കൃത്യം 8:10 തന്നെ ട്രെയിൻ യാത്ര തിരിക്കും. പിന്നീട് അങ്ങോട്ട് വിസ്മയങ്ങൾ നിറഞ്ഞ കാണാക്കാഴ്ചകളുടെ ഘോഷയാത്രയാണ്. ഖത്ര കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്നത് കാശ്മീർ താഴ്വരയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ബനിഹാളിലാണ്. ഖത്ര മുതൽ ബനിഹാൾ വരെയുള്ള ദൂരം 111 കിലോമീറ്ററാണ്. ഇതിൽ 97 കിലോമീറ്ററും തുരങ്കങ്ങളിലൂടെയും പാലങ്ങളിലൂടെയുമാണ് യാത്ര. യാത്ര തുടങ്ങി 5 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യ തുരങ്കമായ T-33 പ്രവേശിക്കും. നമ്മൾ കണ്ടുശീലിച്ച യാത്രകളെ വിരസമാക്കുന്ന ഇരുട്ടു നിറഞ്ഞ തുരങ്കങ്ങളല്ല ഇവിടുത്തേത്. വൈദ്യുതി വിളക്കുകളുടെ വെള്ളി വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഉത്തമ സുരക്ഷയുള്ള തുരങ്കങ്ങളാണിവ. അതുകൊണ്ട് തുരങ്കത്തിലെ കാഴ്ചകളും വ്യത്യസ്തവും പുതുമ നിറഞ്ഞതുമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 4 തുരങ്കങ്ങളിലൂടെയും നിമിഷങ്ങളുടെ ഇടവേളയിൽ ഇതുവഴി സഞ്ചരിക്കാനാകും. സുംബറിനും ഖാരിക്കും ഇടയിലുള്ള T-50 തുരങ്കമാണ് രാജ്യത്തെ നീളം കൂടിയ 12.77 കിലോമീറ്റർ. പിന്നീട് വരുന്ന 3 തുരങ്കങ്ങൾക്കും 10 കിലോമീറ്ററിലധികം നീളമുണ്ട്. യാത്ര ആരംഭിച്ച് 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ട്രെയിൻ ഒരു തുരങ്കത്തിൽ നിന്നിറങ്ങി പ്രവേശിച്ചത് അഞ്ചിഘാട്ട് പാലത്തിലേക്കാണ്. അഞ്ചി നദിയിൽ നിന്ന് 331 മീറ്റർ ഉയരത്തിലുള്ള കേബിൾ റെയിൽ പാലമാണ് അഞ്ചിഘാട്ട്. സംഗതി ഒരല്പം പേടിപ്പെടുത്തുന്നതാണ്. ഒരു പടികൂറ്റൻ കോൺക്രീറ്റ് തൂണിൽ ഉരുക്കുവടങ്ങൾ കൊണ്ട് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് 193 മീറ്റർ വരുന്ന ഈ പാലം. എന്ന് കരുതി പേടിക്കാനൊന്നുമില്ല. ഈ ഉരുക്കുവടം അഴിച്ചു നിവർത്തിയിട്ടാൽ ഏകദേശം 473 കിലോമീറ്റർ ദൂരം വരും. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ വിമാനത്താവളം വരെയുള്ള ഏകദേശ ദൂരം. പാലത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ എഴുന്നേൽക്കുമ്പോഴേക്കും ട്രെയിൻ പാലവും കടന്ന് അടുത്ത തുരങ്കത്തിലേക്ക് കടക്കും. അഞ്ചിഘാട്ട് പാലത്തിന് ശേഷം ഏതാനും തുരങ്കങ്ങൾ കൂടി കഴിയുമ്പോഴേക്കും ഒരു അറിയിപ്പ് വരും: ട്രെയിൻ ചെനാബ് പാലത്തിലേക്ക് കയറുകയാണ്. ഈ യാത്രയിലെ ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന ഭാഗവും ഇതുതന്നെ. വന്ദേ ഭാരതിന്റെ വേഗത ഗതിയെ കുറയാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലത്തിലൂടെയാണ്. ഉയരം എന്ന് വെച്ചാൽ എന്നതാണ് ഈഫൽ ടവറിനേക്കാൾ 24 മീറ്റർ ഉയരത്തിൽ, കുത്തബ് മിനാറിനേക്കാൾ 5 മടങ്ങ് ഉയരത്തിൽ. അങ്ങനെ ആകെ മൊത്തം 359 മീറ്റർ. താഴെ ഒരു അരുവി പോലെ ചെനാബ് നദി. ഒന്നേ നോക്കൂ, പിന്നെ അറിയാതെ കണ്ണടച്ചു പോകും. പിരിപ്പഞ്ചാൽ മരനിഴലുകൾക്കിടയിലൂടെ എത്തുന്ന സൂര്യപ്രകാശം പാലത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നു. കാഴ്ചകൾക്കപ്പുറം ഒരു ഇന്ത്യൻ എഞ്ചിനീയറിംഗ് അത്ഭുതം കൂടിയാണ് ഈ പാലം. ഏത് പ്രതികൂല കാലാവസ്ഥയും ഈ പാലത്തിന് പ്രതിരോധിക്കാൻ കഴിയും. റിച്ചർ സ്കെയിലിൽ 8 വരെയുള്ള ഭൂമികുലുക്കത്തെയും മണിക്കൂറിൽ 266 കിലോമീറ്റർ വരെ വേഗതയിൽ വീശുന്ന കൊടുങ്കാറ്റിനെയും ഇവൻ പുഷ്പം പോലെ നേരിടും. 2014 ഓഖി കൊടുങ്കാറ്റിന്റെ വേഗത 155 കിലോമീറ്റർ ആയിരുന്നു. മറ്റൊരു തുരങ്കത്തിലേക്ക് കടക്കാനായി ട്രെയിൻ ചെറുതായി ഒന്ന് വളയുമ്പോൾ പ്രൗഢഗംഭീരമായ ചെനാബ് പാലത്തിന്റെ താഴ്ഭാഗവും കാണാനാകും. ഈ പാലത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. പാലത്തിന് താഴെ പാലത്തിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനായി സ്ഥല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാശ്മീരിന് വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തതാണ് ഈ വന്ദേ ഭാരത് ട്രെയിനുകൾ. -20°C താപനിലയിലും വന്ദേ ഭാരത് ട്രെയിനുകൾ ചീറിപ്പായി. ഏത് തണുപ്പ് കാലത്തും വെള്ളം കട്ടപിടിക്കാതിരിക്കാനുള്ള സംവിധാനവും സുലഭമായി ചൂടുവെള്ളം ലഭിക്കുന്നതിനുള്ള സംവിധാനവും ഈ ട്രെയിനിലുണ്ട്. ഫ്രീസിംഗ് തടയുന്ന സ്വയം നിയന്ത്രിത ഹീറ്റഡ് പൈപ്പ് ലൈനുകൾ, ഓട്ടോ ഡ്രെയിൻ സംവിധാനം, ഓവർ ഹീറ്റിംഗ് സംരക്ഷണ സെൻസറുകളുള്ള സിലിക്കൺ ഹീറ്റിംഗ് പാഡുകൾ തുടങ്ങി എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇതിനകത്തുണ്ട്. ആഴ്ചയിൽ 6 ദിവസം 2 വീതം സർവീസുകളാണ് ഖത്രയ്ക്കും ശ്രീനഗറിനും ഇടയിലുള്ളത്. ഖത്രയിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് രാവിലെ 8:10 പുറപ്പെട്ട് 11:58 ശ്രീനഗറിലെത്തും. അതേ വന്ദേ ഭാരത് ഉച്ചയ്ക്ക് 2 മണിക്ക് ശ്രീനഗറിൽ നിന്ന് മടങ്ങി 4:58 ഖത്രയിലെത്തും. ശ്രീനഗറിൽ നിന്ന് ഖത്രയിലേക്കുള്ള വന്ദേ ഭാരത് രാവിലെ 8 മണിക്ക് യാത്ര തിരിച്ച് 10:58 ഖത്രയിലെത്തും. ഉച്ചയ്ക്ക് 2:55 തിരികെ പോകുന്ന ട്രെയിൻ
5:53 ശ്രീനഗറിൽ എത്തും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ഒറ്റ വന്ദേ ഭാരത് മാത്രമേ സർവീസ് നടത്തൂ. കത്ര ശ്രീനഗർ യാത്രയ്ക്ക് എക്സിക്യൂട്ടീവ് ചെയർക്കാരന് 1320 രൂപയും സാധാരണ ചെയർക്കാരന് 715 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. അതേസമയം ശ്രീനഗർ കത്ര ടിക്കറ്റ് നിരക്കിൽ ചെറിയ വർധനവുണ്ട്. IRCTCയുടെ സൈറ്റുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. കത്ര റെയിൽവേ സ്റ്റേഷനിൽ IRCTCയുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഡോർമെറ്ററി മുതൽ ഡീലക്സ് മുറി വരെ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ലഭിക്കും. കേരളത്തിൽ നിന്നുമുള്ള ഹിമസാഗർ എക്സ്പ്രസ് മാത്രമാണ് ഖത്രയിലേക്ക് നേരിട്ടുള്ളത്. ഇന്ത്യയിലെ ട്രെയിനുകളിൽ ഏറ്റവും കൂടുതൽ സുരക്ഷാ വിന്യാസം ശ്രീനഗർ വന്ദേ ഭാരതിനാണുള്ളത്. RPFന്റെ കോറസ് കമാൻഡോകളാണ് വന്ദേ ഭാരതിന് സുരക്ഷയൊരുക്കുന്നത്. എല്ലാം കൊണ്ടും ഈ യാത്ര വളരെ വ്യത്യസ്തത നിറഞ്ഞതാണെങ്കിലും നോൺ വെജിറ്റേറിയൻ ഭക്ഷണത്തിന് പ്രശസ്തമായ കാശ്മീരിലേക്കുള്ള വന്ദേ ഭാരതിൽ ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ലഭിക്കില്ല. ഒരിക്കലും പോയിട്ടില്ലാത്ത ഇടങ്ങളോടും കണ്ടിട്ടില്ലാത്ത ആളുകളോടുമാണ് എനിക്ക് പ്രണയമെന്ന് എഴുതി വെച്ച പൗലോ കൊയ്ലോയെ പോലെ ഇനി യാത്രകളെ പ്രണയിച്ചു തുടങ്ങാം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളും ഓർമ്മകളുമായിരിക്കും സ്വർഗത്തിലേക്കുള്ള തീവണ്ടി യാത്ര എന്ന ജമ്മു ശ്രീനഗർ വന്ദേ ഭാരത് ട്രെയിൻ യാത്ര.